യേശുവിനൊപ്പം ജീവിക്കുക, യേശുവിനൊപ്പം മരിക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച്. ഇത് അഗാധമായൊരു സത്യമാണ്. യഥാർത്ഥത്തിൽ യേശുവിനൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്കൊപ്പം ജീവിക്കുക, അവൻ്റെ ഓർമ്മയിൽ ജീവിക്കുക, അവനോടുള്ള അനുസരണത്തിൽ ജീവിക്കുക, അവൻ കാണിച്ചു തന്ന മാർഗത്തിൽ ജീവിക്കുക എന്നൊക്കെയാണ്. അവൻ്റെ കൃപയിൽ മരിക്കുന്നത് അവനോടൊപ്പം മരിക്കുന്നതിന് തുല്യം. അവൻ്റെ പീഡാനുഭവത്തെ സ്മരിക്കുന്നത്, അവൻ്റെ ത്യാഗങ്ങളെ സ്മരിക്കുന്നത്, അവൻ ലോകത്തിന് നൽകിയ രക്ഷയെ സ്മരിക്കുന്നത് അവൻ്റെ കൃപയിൽ മരിക്കുന്നതിന് തുല്യമാണ്. ഇത് വെറുമൊരു പുണ്യവചനങ്ങളല്ല, അചഞ്ചലമായ വിശ്വാസവും നിസ്വാർത്ഥമായ സ്നേഹവും കൊണ്ട് അടയാളപ്പെടുത്തിയ സമൂലമായ ശിഷ്യത്വത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ്. നമുക്ക് അറിയാം ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ്റെ ജീവിതം. ആ ജീവിതം ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ സ്റ്റീഫൻ ധൈര്യത്തോടെ സുവിശേഷം പ്രഘോഷിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാലും അവൻ്റെ ശക്തമായ സന്ദേശവും അചഞ്ചലമായ വിശ്വാസവും യഹൂദമത നേതാക്കളെ രോഷാകുലരാക്കിയുണ്ട്. അവർ അവനെ കുറ്റം ചുമത്തി, മതനിന്ദ കുറ്റം ചുമത്തി സൻഹെദ്രീമിൻ്റെ മുമ്പാകെ വലിച്ചഴിച്ചുകൊണ്ടിരുന്നു. അവർ അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചു. സ്റ്റീഫൻ തൻ്റെ മരണത്തെ അഭിമുഖീകരിച്ചപ്പോൾ തൻ്റെ ശത്രുക്കളെ ശപിച്ചില്ല, പകരം അവൻ അവരുടെ പാപമോചനത്തിനായി പ്രാർത്ഥിച്ചു. യേശു കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ സ്റ്റീഫനും പ്രാർത്ഥിച്ചു, പിതാവ് ഇവരോട് ക്ഷമിക്കും, അവർ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ആസന്നമായ മരണത്തെ അഭിമുഖീകരിച്ച സ്റ്റീഫൻ യേശുവിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുകയാണ് ചെയ്തത്. അവൻ തൻ്റെ രക്ഷകൻ മുഖം കണ്ടു. അവസാനശ്വാസത്തിൽ കല്ലേറ് കൊണ്ട് പിടയുമ്പോൾ ചുറ്റും നിന്ന് ശത്രുക്കൾ ആഞ്ഞെറിയുന്ന കൂർത്ത കല്ലുകളുടെ മുന കൊണ്ട് ശരീരം മുറിഞ്ഞ രക്തം വാർക്കുന്ന വേളയിൽ അവൻ അവസാന ശ്വാസത്തിൽ കർത്താവായ യേശുവിനെ വിളിച്ചു, യേശുവെ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമെന്ന് അവൻ നിലവിളിച്ചു. സ്റ്റീഫൻ്റെ ജീവിതവും രക്തസാക്ഷിത്വവും യഥാർത്ഥ ശിഷ്യത്വവും മരണത്തോളം ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള സന്നദ്ധതയാണ് ആവശ്യപ്പെടുന്നത്. എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ വിശ്വാസത്തിന് മുൻഗണന നൽകാനും നമ്മുടെ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും യേശു നമ്മെ സ്നേഹിച്ചതുപോലെ ശത്രുക്കളെ സ്നേഹിക്കാനുമുള്ള ആഹ്വാനം. യേശുവിനോടൊപ്പം ജീവിക്കുക എന്നതിനർത്ഥം നമ്മുടെ ഓരോ ചുവടും നയിക്കാനും നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും രൂപപ്പെടുത്താനും നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ സ്നേഹത്താൽ നിറയ്ക്കാനും അവനെ അനുവദിക്കുക എന്നുള്ളത്. എല്ലാറ്റിനും അവൻ്റെ ഇഷ്ടം അന്വേഷിക്കുക, വ്യക്തിപരമായ നേട്ടത്തെക്കാൾ മറ്റുള്ളവർക്കുള്ള സേവനത്തിൻ്റെ സഹായത്തിന് മുൻഗണന നൽകുക, നമ്മുടെ ദൈനംദിന ജീവിതത്തെ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. എന്നിരുന്നാലും യേശുവിനോടൊപ്പം മരിക്കുന്നത് മരണത്തെ ഭയപ്പെട്ടുകൊണ്ട്. മരണഭയം ആവശ്യമില്ല. യേശുവിനോടൊപ്പം മരിക്കുവാൻ മരണഭയം ആവശ്യമില്ല. കാരണം അവനോടൊപ്പമുള്ള മരണം നിത്യജീവിതത്തിലേക്കുള്ള ജനനമാണ്. അവൻ്റെ സാന്നിധ്യത്തിൽ നമ്മെ കാത്തിരിക്കുന്ന നിത്യജീവനെ ആശ്ലേഷിക്കുന്നതിനെക്കുറിച്ചാണ് അവനോടൊപ്പമുള്ള മരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് അവൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വാസം അർപ്പിക്കുകയും മരണത്തിലും നമ്മൾ അവനുമായി ഐക്യപ്പെടുന്നുവെന്ന അറിവിൽ സമാധാനം കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ വേരൂന്നി അവൻ്റെ വചനത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട് യേശുവിനോടൊപ്പം ഓരോ ദിവസവും ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. തീവ്രമായി ആവശ്യമുള്ള ഒരു ലോകത്ത് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും നമുക്ക് വിളക്കുകളാണ്. നമ്മുടെ സ്വന്തം മരണത്തെ അഭിമുഖീകരിക്കേണ്ട സമയം വരുമ്പോൾ മരണത്തിൽ നാം നമ്മുടെ കർത്താവും രക്ഷിതാവുമായി വീണ്ടും ഒന്നിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വിശുദ്ധ സ്റ്റീഫനെ പോലെ അതേ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി നമുക്കത് ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.